മംഗളൂരുവിൽ നിന്നുള്ള കപ്പലുകൾ കൂടി സഹായത്തിനായി എത്തും എന്നുള്ളതാണ് ICGS രാജ്ദൂത്, കൊച്ചിയിൽ നിന്നുള്ള ICGS അർൺവേഷ്, അഗത്തിയിൽ നിന്നുള്ള ICGS സാജേദ് എന്നീ കപ്പലുകൾ കൂടി സഹായത്തിനായി എത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ദ്രുതഗതിയിൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യം തീ കണ്ടത് കപ്പലിലെ ഡക്കിൽ നിന്നുമാണ്. തീപിടുത്തത്തിന് കാരണം കപ്പലിലുണ്ടായ പൊട്ടിത്തെറിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. 18 ആളുകളെ രക്ഷിക്കാനായി എന്നുള്ളത് ആണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ പുതിയ വിവരം. അത് ആശ്വാസകരമാണ്. എന്നാൽ ഇവരിൽ ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് മികച്ച ചികിത്സ നൽകാനായി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോടുള്ള മികച്ച ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 50 കണ്ടെയ്നറുകളോളം കടലിൽ പതിച്ചു എന്നുള്ളതാണ്. ഇതിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം. നേരത്തെ കൊച്ചിയിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ പിന്നീട് അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ഒഴുകി കേരളത്തിന്റെ പല ഭാഗത്തുള്ള തീരങ്ങളിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇനി ഇതിലുള്ള കണ്ടെയ്നറുകൾ ഒഴുകി എത്തുന്നത് എവിടേക്കായിരിക്കും, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു ആശങ്ക നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ശരത് ലാൽ കൂടി ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ശരത് ലാൽ, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏറ്റവും മികച്ചതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉള്ള തീരുമാനം? നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അറിയിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്, കാരണം ഇപ്പോൾ നിലവിൽ തൊട്ടടുത്തുള്ള കപ്പലുണ്ട്, ഒരു സ്വകാര്യ കപ്പലുണ്ട്, തൊട്ടടുത്തുള്ള ചരക്ക് കപ്പൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പ്രാഥമികമായിട്ട് അവരാണ് നടത്തിയിരിക്കുന്നത് എന്ന ഒരു വിവരമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രാഥമിക ലക്ഷ്യം ഈ ക്രൂവിനെ, അതായത് 18 പേർ കപ്പൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി ക്യാപ്റ്റനും അതുപോലെ എഞ്ചിനീയറും അടക്കമുള്ള കപ്പലിനെ പ്രധാന ഉദ്യോഗസ്ഥരിച്ചുള്ള 18 പേർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ജാക്കറ്റിൽ കടലിലേക്ക് എത്തി കടലിലെത്തി അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ചരക്ക് കപ്പൽ നടത്തുന്നത് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും കപ്പലിലെ തീയടിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിക്രമമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. നിലവിലുള്ള സാഹചര്യത്തിൽ കപ്പലിലെ തീ നിയന്ത്രണ അതീതമാണ്. നിയന്ത്രിക്കാനുള്ള യാതൊരു നടപടികളും കപ്പലിന്റെ സംവിധാനം ഉപയോഗിച്ചുള്ള നടപടിക്രമങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഡൽഹിയിൽ നിന്നുള്ള നേവി വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കപ്പലെ സംബന്ധിച്ചിടത്തോളം തീ അണക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നേവിയുടെ ഭാഗത്തുനിന്ന് പ്രാഥമികമായിട്ടുള്ള ആദ്യത്തെ നേവിയുടെ ചുമതല അല്ലെങ്കിൽ കൃത്യനിർവഹണം ഈ പരിക്കേറ്റവരടക്കമുള്ള 18 പേരെ രക്ഷിക്കുക, അതേപോലെ തന്നെ കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ളവരെ കപ്പൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ശരി ശരത് ലാൽ, എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ കപ്പലുകൾ ഈ ഒരു അപകടത്തിൽപ്പെട്ട കപ്പലിന് അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കപ്പലുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 18 പേരെ രക്ഷിക്കാൻ ആയി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളായ സാകേത്, അർൺവേഷ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജ്ദൂത് എന്നീ കപ്പലുകൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതിലേക്ക് പങ്കുചേരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഏറ്റവും പുതിയതായി വരുന്നത്.